ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ വിശ്വാസികളുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ പാഷൻ വീക്ക്. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന 8 ദിനങ്ങളെ അനുസ്മരിക്കുന്ന പാഷൻ വീക്ക്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവങ്ങളെക്കുറിച്ച് പ്രാർത്ഥനയോടെ അനുസ്മരിക്കുന്ന ദിനങ്ങൾ. ഈസ്റ്റർ ഞായറോടെ അവസാനിക്കുന്ന പാഷൻ വീക്കിലെ 1-ാം ദിവസം ഓശാന ഞായർ. ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. സ്തുതിഘോഷങ്ങളോടും ആർപ്പുവിളിയോടും കൂടെ ഈന്തപ്പനയുടെ ശിഖരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുക്രിസ്തുവിന്റെ യെരുശലേം നഗരത്തിലേക്കുള്ള പ്രവേശനത്തെ ആഘോഷമാക്കിയ ദിവസം ഓശാന ഞായർ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയുടെ തുടക്കമായി അടയാളപ്പെടുത്തിയ ദിവസം. ക്രിസ്തുവിന്റെ യെരുശലേം പ്രവേശനത്തെപ്പറ്റി അറിയും മുൻപേ നാം മനസ്സിലാക്കേണ്ട ഒന്നാണ് യഹൂദന്മാരുടെ പ്രധാന പെരുന്നാളായിരുന്ന പെസഹ പെരുന്നാൾ. ഓരോ വർഷവും യഹൂദന്മാർ ആഘോഷിക്കുന്ന 3 പ്രധാന പെരുന്നാളുകളിൽ ആദ്യത്തേതായിരുന്നു പെസഹ പെരുന്നാൾ. പുരാതന ഇസ്രായേലിനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ സ്മരണയ്ക്കായാണ് യഹൂദന്മാർ പെസഹ ആഘോഷിച്ചിരുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായ പ്രകാരം 1-ാം മാസത്തിലെ 10-ാം ദിവസം കളങ്കമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കുവാൻ യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചു. അങ്ങനെ തിരഞ്ഞെടുത്ത ആട്ടിൻകുട്ടിയെ അടുത്ത 4 ദിവസത്തേക്ക് കുടുംബത്തോടൊപ്പം താമസിക്കുവാൻ അവർ വീടുകളിലേക്ക് കൊണ്ടുവന്നു. 15-ാം ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് ഈ ആട്ടിൻകുട്ടിയെ കൊന്ന് വാതിൽപ്പടിയിൽ അതിന്റെ രക്തം പുരട്ടുകയും പെസഹ പെരുന്നാൾ പങ്കുവെക്കുകയും ചെയ്തു. അവർ അങ്ങനെ ചെയ്താൽ സംഹാരദൂതൻ അവരെ കടന്നു പോകുമെന്നും വീട്ടിലെ ആദ്യജാതനെ സംരക്ഷിക്കുമെന്നും യഹോവ വാഗ്ദാനം ചെയ്തു. അടിമത്തത്തിൽ നിന്നുള്ള ഈ മഹത്തായ വിടുതലിനെ അനുസ്മരിക്കാൻ പിന്നീട് എല്ലാ വർഷവും ഇസ്രായേൽ പെസഹ ആഘോഷിച്ചു. പുതിയ നിയമകാലത്ത് യഹൂദന്മാർ വരുവാനിരിക്കുന്ന ഒരു മിശിഹയെ പ്രതീക്ഷിച്ചിരുന്നു. റോമൻ മേൽക്കോയ്മയിൽ നിന്നും തങ്ങളെ വിടുവിക്കുവാനായി പെസഹ സമയത്ത് മിശിഹ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പെസഹയ്ക്ക് തൊട്ടു മുൻപ് യേശു യെരുശലേമിലേക്കുള്ള തന്റെ യാത്ര ആരംഭിച്ചത്. യേശുവിനെ പോലെ ഒട്ടനവധി യഹൂദന്മാരും പെസഹ ആഘോഷിക്കുവാനായി യെരുശലേമിൽ എത്തിയിരുന്നു. യെരുശലേം നഗരം തിങ്ങി നിറഞ്ഞതിനാൽ ഒലിവുമലയിലും സമീപ പ്രദേശങ്ങളിലുമായിട്ടാണ് പലരും താമസിച്ചിരുന്നത്. യേശു തന്റെ സ്നേഹിതനായ ലാസറിന്റെ ഭവനത്തിൽ മാർത്തയോടും മറിയത്തോടുമൊപ്പം ബഥാനിയയിലായിരുന്നു താമസിച്ചത്. മരിച്ചുപോയ ലാസറിനെ യേശു ഉയർപ്പിച്ച വാർത്ത കാട്ടുതീ പോലെ യെരുശലേമിലും സമീപ പ്രദേശങ്ങളിലും വ്യാപിച്ചിരുന്നു. ഇത് കേട്ടറിഞ്ഞ് നിരവധി ആളുകൾ യേശുവിനെ കാണുവാനായി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ യേശുവും ശിഷ്യന്മാരും യെരുശലേമിലേക്ക് പുറപ്പെട്ടു. ഒലിവുമലക്കരികെ ബെത്ഫാഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ച് അവരോട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. തൽക്ഷണം അവനവയെ അയക്കുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. യേശു കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് പ്രവേശിച്ചു. ആളുകൾ ഈന്തപ്പനകളിൽ നിന്നും കൊമ്പുകൾ മുറിച്ച് വഴിയിൽ വിതറി. തങ്ങളുടെ വസ്ത്രങ്ങളും അവർ വഴിയിൽ വിരിച്ച് ആവേശത്തോടെ, ദാവീദ് പുത്രന് ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു, അത്യുന്നതങ്ങളിൽ ഓശാന എന്ന് ആർത്തു പറഞ്ഞു. സുവിശേഷങ്ങൾ പ്രകാരം യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ച ദിവസം പെസഹയ്ക്ക് 5 ദിവസം മുൻപുള്ള മാസത്തിലെ 10-ാം ദിവസമായിരുന്നു. യഹൂദന്മാർ തങ്ങളുടെ പെസഹ കുഞ്ഞാടുകളെ തിരഞ്ഞെടുക്കുന്ന അതേ ദിവസം ദൈവത്തിന്റെ യഥാർത്ഥ കുഞ്ഞാടായ യേശു യെരുശലേമിലേക്ക് കയറുകയും പ്രതീകാത്മകമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇതിനർത്ഥം. അടുത്ത 4 ദിവസം താമസിക്കുവാൻ കുഞ്ഞാടുകളെ ആളുകളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പോലെ യേശുവും തന്റെ പിതൃഭവനത്തിലേക്ക് യെരുശലേം ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു. ആഴ്ച പുരോഗമിക്കുമ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ റോമൻ ഭരണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്ന, രാജ്യം കീഴടക്കുന്ന മശിഹായിട്ടല്ല യേശു വന്നതെന്ന് യഹൂദന്മാർ കണ്ടു. അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു രാഷ്ട്രീയ വിടുതൽ യേശു നൽകില്ലെന്ന് അവർ മനസ്സിലാക്കി. 5 ദിവസത്തിന് ശേഷം യേശുവിന്റെ യെരുശലേമിലേക്കുള്ള വരവിൽ സ്തുതികൾ പാടിയ അതേ ജനക്കൂട്ടത്തിൽ ചിലർ അദ്ദേഹത്തിന്റെ ദൗത്യത്തെ
തെറ്റായി വ്യാഖ്യാനിച്ച് പിലാത്തോസിന്റെ മാളികയ്ക്ക് മുന്നിൽ യേശുവിന്റെ മരണത്തിനായി നിലവിളിച്ചു. യഹൂദന്മാരുടെ പുതിയ രാജാവ് എന്ന നിലയിലും ഒരു നിത്യരാജ്യത്തിന് തുടക്കം കുറിക്കുന്ന ദൈവപുത്രൻ എന്ന നിലയിലും വിനീതമായി ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിലേക്ക് യെരുശലേമിലേക്ക് യേശു പ്രവേശിച്ച ദിവസത്തെ ഓശാന ഞായർ അനുസ്മരിക്കുന്നു. 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യെരുശലേം ദേവാലയത്തിൽ ഓശാന ചടങ്ങുകൾ ആദ്യമായി തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. കുട്ടികൾ ഒലിവിൻ കൊമ്പുകളും ഈന്തപ്പനയോലകളും ദേവാലയത്തിൽ കൊണ്ടുപോയിരുന്നു. ആളുകൾ അവിടെയുള്ള വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കുരുത്തോല വാഴ്വും പ്രദക്ഷിണവും ഓശാന ഞായറിലെ പ്രധാന ശുശ്രൂഷയായി മാറി. 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യെരുശലേമിൽ നടന്ന ഈ പ്രത്യേക ചടങ്ങുകൾ പെരഗ്രിനേഷ്യോ എത്തേരിയ എന്ന യാത്രാ വിവരണത്തിൽ വിവരിച്ചിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ ഇത് കോൺസ്റ്റന്റിനോപ്പിൾ വരെ പല രാജ്യങ്ങളിലും വ്യാപിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഈ ചടങ്ങുകളുടെ ആദ്യകാല തെളിവുകൾ ബോബിയോ സാക്രമെന്ററിയിൽ കാണപ്പെടുന്നു. എന്നാൽ ആചാരങ്ങളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി. ഓശാന ശുശ്രൂഷയുടെ ചടങ്ങുകൾ ഓരോ സഭയിലും വ്യത്യസ്തമായിരിക്കുന്നു. എങ്കിലും കുരുത്തോലകൾ പിടിച്ച് ഏറ്റവും ഭക്തിയോടെ ക്രിസ്ത്യൻ വിശ്വാസികൾ ഓശാന കൊണ്ടാടുന്നു. യേശുവിന്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തെ അനുസ്മരിക്കുന്ന ഓശാന ഞായറിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye. Wow.